ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ നോമ്പുകാലത്തിന് നാം ആരംഭം കുറിച്ചിരിക്കുകയാണ്. അനുതാപത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും വചനം ശ്രവിക്കുവാനും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനും കുരിശിൻ്റെ വഴി പ്രാർത്ഥന എത്തിച്ച് യേശുവിൻ്റെ പീഡാനുഭവ കുരിശുമരണത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും നമ്മെ നോമ്പുകാലം പ്രത്യേകം ക്ഷണിക്കുന്നു. ഉപവാസമനുഷ്ഠിച്ച ശാരീരിക ശുദ്ധി കൈവരിക്കുവാനും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മേൽ നിയന്ത്രണം കൈവരിക്കുവാനും തപസ്സുകാലം നമ്മെ ക്ഷണിക്കുന്നു. ദാനധർമ്മം നിർവഹിച്ചുകൊണ്ട് പുണ്യമാർഗത്തിൽ ചരിച്ച് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിലെ 1 മുതലുള്ള വാക്യങ്ങളാണ്. അവ യഥാർത്ഥ ഉപവാസം എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ യഥാർത്ഥ ഉപവാസം. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. ഉപവാസത്തിൻ്റെ യഥാർത്ഥാർത്ഥം ഗ്രഹിച്ച് ജീവിക്കുവാൻ പ്രവാചകൻ നമ്മെ ഈ വായനയിലൂടെ ഈ നോമ്പുകാലത്ത് നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള യേശു ലേവിയെ വിളിക്കുന്ന വചനഭാഗമാണ്. യേശു ചുങ്കക്കാരനായ ലേവിയെ ചുങ്കസ്ഥലത്ത് വച്ച് തന്നെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് ശിഷ്യനാകാൻ വിളിക്കുകയും അവൻ്റെ വീട്ടിൽ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നതുമാണ്. യേശുവിൻ്റെ കാലത്ത് യഹൂദ സമൂഹം ചുങ്കക്കാരെ പാപികളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. നിയമം അറിയാത്തവരും നിയമവകുപ്പുകൾ ശ്രദ്ധയോടെ പാലിക്കാത്തവരുമായി അവർ ആക്ഷേപിക്കപ്പെട്ടിരുന്നു. ചുങ്കം പിരിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ പീഡകരായ റോമൻ ഭരണകൂടത്തിന് കൊടുത്തിരുന്നവരാണവർ. അക്കാരണത്താൽ തന്നെ അവർ പാപികളാണ്. അത്തരം കൂട്ടരുമായി യേശു സൗഹൃദത്തിലായിരുന്നു, വിരുന്നിൽ പങ്കുചേരുന്നു. മാത്രമല്ല യേശു പ്രഖ്യാപിച്ചു, ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഈ തപസ്സുകാലം പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുന്ന യേശുവിൻ്റെ സ്വരം ശ്രവിച്ച് ലേവിയെപ്പോലെ യേശുവിനെ അനുഗമിക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. ദൈവസ്നേഹം എന്തെന്നറിഞ്ഞവർക്കാണ് പശ്ചാത്താപം ഉണ്ടാകുന്നത്. ലേവി ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞു യേശുവിനെ അനുഗമിച്ചു. പാപബോധമാണ് പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നത്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:12 പറഞ്ഞിരിക്കുന്നു, ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുവിൻ. നോമ്പുകാലം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള കാലമാണ്. യേശു ക്രിസ്തുവാകുന്ന പ്രകാശം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരാൾക്ക് തൻ്റെ കുറവുകൾ കാണാൻ കഴിയും, പുതിയ മാർഗത്തിൽ ചരിക്കാൻ കഴിയും. ശിശുക്കളെപ്പോലെ ആവുക എന്നതാണ് യഥാർത്ഥമായ പശ്ചാത്താപം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മാനസാന്തരപ്പെടുക എന്നത് പുതിയൊരു ജന്മമാണ്. ക്രിസ്തുവിലായിരിക്കുവാൻ ഒരു പുതിയ സൃഷ്ടിയാവുകയാണ്. പശ്ചാത്തപിക്കുക എന്നാൽ പുതിയ സൃഷ്ടിയാവുക എന്നാണ് അർത്ഥമാക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4:24 പറഞ്ഞിരിക്കുന്നു, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിനെന്നാണ്.
ഈ നോമ്പുകാലം പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. യഥാർത്ഥ മാനസാന്തരമല്ലെങ്കിൽ പശ്ചാത്താപം എന്നത് ആത്മാവിൽ വീണ്ടും ജനിച്ച് തൻ്റേതായ ജീവിത സാഹചര്യങ്ങളിൽ യേശുവിനെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പുതിയ ജീവിത രീതിയുടെ ഉടമയായി തീരുക എന്നതാണ്. ഈ തപസ്സുകാലം നമ്മെ ഓർമ്മിപ്പിക്കുക, നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികൾ അനുതാപത്തിലേക്ക് വിളിക്കുവാൻ വന്ന യേശുവിന് അനന്തമായ സ്നേഹവും കാരുണ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ തപസ്സുകാലത്ത് വിശേഷിപ്പിക്കുക ആത്മാവിൻ്റെ വസന്തകാലമെന്നാണ്. ക്രിസ്തീയ ഭക്തിമാർഗത്തിലൂടെ, തപസ്സാചരണത്തിലൂടെ, ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും മാർഗ്ഗം ചരിച്ച് ആത്മീയ ഫലപുഷ്ടി പ്രാപിക്കുവാനുള്ള ആത്മാവിൻ്റെ വസന്തകാലമാണ് നോമ്പുകാലം. ബാറൂക്കിൻ്റെ പുസ്തകം 4:28 പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. ഈ നോമ്പുകാലത്ത് ദൈവത്തെ തേടുന്നവരായിട്ട് മാറാം, അവിടുത്തെ അനുഭവിച്ചറിയുന്നവരായിട്ട് മാറാം, ആത്മീയ പുണ്യങ്ങളാൽ ജീവിതത്തെ അലങ്കരിക്കുന്നവരായി മാറാം. ഈ നോമ്പുകാലം അനുതാപത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ച് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും ആത്മാവിൻ്റെ വസന്തകാലമാക്കി മാറ്റാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.